Class 9 Chemistry, 3rd chapter. Let's assess questions. First question. Draw the electron dot diagram of hydrogen, helium, lithium, beryllium and fluorine. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ആണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. തന്നിരിക്കുന്ന എലമെന്റ്സിന്റെ ഇത് പേജ് നമ്പർ 48 കേട്ടോ. The method of representing electrons of the outermost shell using dots around the symbol of an element. എന്താണ് ഒരു എലമെന്റിന്റെ സിംബലിന്റെ ചുറ്റും ഡോട്ട്സ് യൂസ് ചെയ്യുന്നത് അല്ലേ. എങ്ങനെയാണ് ഡോട്ട്സ് എങ്ങനെയാണ് എടുക്കുക? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓഫ് ദ ഔട്ടർമോസ്റ്റ് ഷെൽ, ഔട്ടർമോസ്റ്റ് ഷെല്ലിലത്തെ ഇലക്ട്രോണുകളുടെ എണ്ണം, അതിനെ നമ്മൾ ഒരു എലമെന്റിന്റെ സിംബലിന് ചുറ്റും ഡോട്ട്സ് യൂസ് ചെയ്തിട്ട് വരയ്ക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്? ഹൈഡ്രജൻ അല്ലേ. ഹൈഡ്രജന്റെ ഇലക്ട്രോൺ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 1 ആണ്. ഇനി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരിക? 1 അല്ലേ. ഒരു ഇലക്ട്രോൺ ഉള്ളൂ, അപ്പോൾ 1 തന്നെ വരും. ഇനി ഹീലിയത്തിന്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2 ആണ്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എത്രയാണ്? 2 തന്നെയാണ് അല്ലേ. 2 ഇലക്ട്രോൺ ഉള്ളൂ. ലിഥിയത്തിന്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 3 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെയാ വരിക? 2 1 അല്ലേ. ബെർലിയം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 4 ആണ്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2 2 എന്നാണ് വരിക അല്ലേ. ഇനി ഫ്ലോറിന്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 9 ആണ് അല്ലേ. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2 7 എന്നാണ് വരിക. നമുക്ക് ഈ നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഒക്കെ പീരിയോഡിക് ടേബിൾ ഉണ്ട് കേട്ടോ, അത് നോക്കിയാൽ മതി. ഇനി ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുന്നത് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര എണ്ണമാണുള്ളത് എന്ന് നോക്കണം അല്ലേ. ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഷെല്ല് വരുന്നുള്ളൂ അല്ലേ. അപ്പൊ ഇവിടെ ഒരെണ്ണമാണ് വരുന്നത്. ഇവിടെയോ ഒരു ഷെല്ലേ ഉള്ളൂ അല്ലേ. ഇവിടെ 2 എണ്ണം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുന്നുണ്ട് അല്ലേ. ഇനി ഇവിടെ 2 ഷെല്ല് വരുന്നുണ്ട് അല്ലേ. കെയും എല്ലും വരുന്നുണ്ട്. അപ്പൊ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഏതാണ് എടുക്കുന്നത്? 1 ആണ് എടുക്കുന്നത് അല്ലേ. ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ അല്ലേ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ആണ് എടുക്കുന്നത്. ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ആണ് എടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഡോട്ട് ഡയഗ്രാം വരയ്ക്കാൻ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? ആദ്യം അതിന്റെ സിമ്പൽ എഴുതണം അല്ലേ. ഹൈഡ്രജന്റെ സിമ്പല് H ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ നമ്മള് സിമ്പല് 1 ഡോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇവിടെ ഹീലിയത്തിന്റെ സിമ്പൽ ഏതാണ്? HE എന്നാണ് അല്ലേ. ഇനി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 എണ്ണാണുള്ളത്. അപ്പൊ നമ്മളിവിടെ 2 ഡോട്ട് ഇട്ട് കൊടുത്തു. ഓക്കെ. ഇനി നെക്സ്റ്റ് ലിഥിയത്തിന്റെ സിമ്പൽ എന്താണ്? Li എന്നാണ് അല്ലേ. ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്രയാണുള്ളത്? 1 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പൊ ഇവിടെ 1 ഡോട്ട് ഇട്ട് കൊടുത്തു. ഓക്കെ. ഇനി ബെർലിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണുള്ളത് അല്ലേ. അപ്പൊ ബെർലിയത്തിന്റെ സിമ്പൽ എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യുക? 2 ഡോട്ട് ഇട്ട് കൊടുക്കുക അല്ലേ. 2 ഡോട്ട് ഇട്ട് കൊടുത്തു. ഇനി നെക്സ്റ്റ് ഫ്ലോറിൻ എന്താണ്? അറ്റോമിക് നമ്പർ 9ഉം എന്താണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണ്. അപ്പോൾ സിമ്പൽ എന്താണ്? F ആണ്. 7 ഇലക്ട്രോൺ ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ അല്ലേ. അപ്പോൾ 7 എണ്ണിട്ട് കൊടുക്കണം. 7 എണ്ണം ഉണ്ടോ? 2 4 6 7 ഇലക്ട്രോൺ. അപ്പൊ ഇതാണ് നമ്മളുടെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. എന്താ? ഹൈഡ്രജന്റെ ഹീലിയം, ലിഥിയം, ബെർലിയം, ഫ്ലോറിൻ. Second question. Illustrate the formation of the chemical bond in chlorine using electron dot diagram as illustrated in fluorine molecule. ഫ്ലോറിൻ മോളിക്യൂളിനെ നമുക്ക് ടെക്സ്റ്റിൽ പേജ് 52 തന്നിട്ടുണ്ട്. ഒരു ഡോട്ട് ഡയഗ്രാം തന്നിട്ടുണ്ട്. അതിൻ്റെ കെമിക്കൽ ബോണ്ടിങ് എങ്ങനെയാണ് ഫോർമേഷൻ വരുന്നത് എന്നുള്ളത്. അപ്പോൾ അതുപോലെ നമ്മളോട് ക്ലോറിൻ്റെ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പേജ് നമ്പർ 52 നമുക്ക് കണ്ടോ ഫ്ലോറിൻ മോളിക്യൂളിൻ്റെ കെമിക്കൽ ബോണ്ടിങ്, ഇലക്ട്രോൺസ് എങ്ങനെ ഷെയർ ചെയ്യുന്നതിൻ്റെ ഡോട്ട് ഡയഗ്രാം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ക്ലോറിൻ ആറ്റത്തിൻ്റെയും വരയ്ക്കണം. ഇവിടെ ക്ലോറിൻ മോളിക്യൂൾ ആണ് അല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്ര ഉണ്ട്? 2 ക്ലോറിൻ ആറ്റംസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കെമിക്കൽ ബോണ്ടിങ് ആണ് എങ്ങനെയാണ് ഫോർമാറ്റ് ചെയ്യുന്നതെന്നാണ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വരയ്ക്കുക? ക്ലോറിൻ ആറ്റത്തിന്റെ എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അറിയണം അല്ലേ. എത്രയാണ്? 17 ആണ് അല്ലേ. അപ്പൊ ഇതിന്റെ ഡോട്ട് ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണുള്ളത്? അപ്പോൾ 7 ആണ്. അപ്പൊ നമുക്ക് ഡോട്ട് ഡയഗ്രാം വരയ്ക്കാൻ ഇപ്പോൾ അറിയാം അല്ലേ. ക്ലോറിന്റെ സിംബൽ കൊടുക്കാം. 7 ഇലക്ട്രോൺ അല്ലേ. 7 ഇലക്ട്രോൺ വരയ്ക്കുക. പ്ലസ് 2 ഉണ്ട് അല്ലേ ക്ലോറിൻ ആറ്റം. അപ്പോൾ 2 ഡോട്ട് ഡയഗ്രാം വരും അല്ലെ. അപ്പൊ ഇനി ഇത് കമ്പൈൻ ചെയ്തിട്ട് വരുമ്പോൾ അല്ലെ എങ്ങനെയാണ്? കെമിക്കൽ ബോണ്ട് അല്ലെ. അതിന്റെ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കെമിക്കൽ ബോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്നത്, അതാണ്
വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഷെയറിങ് വരുന്നത്? ഇവിടെ 7 ഇലക്ട്രോൺ ഉണ്ട്. ഇവിടെ രണ്ടാമത്തെ ആറ്റത്തിലും എന്തുണ്ട്? 7 ഇലക്ട്രോൺ ഉണ്ട് അല്ലേ? അപ്പോൾ ഇലക്ട്രോണിക് ഷെയറിംഗ് എന്ന് പറയുന്നത് എന്താ? ഇപ്പൊ ഈ ക്ലോറിൻ ആറ്റത്തിന് സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ ഇവിടെ 8 കിട്ടണം അല്ലേ? ഇവിടെ 7 ഉള്ളൂ. അപ്പോൾ ഈ ക്ലോറിൻ ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് കിട്ടിയാൽ ഇത് സ്റ്റേബിൾ ആവും അല്ലേ? അതുപോലെ ഈ ക്ലോറിൻ ആറ്റത്തിൽ നിന്ന് ഈ ക്ലോറിൻ ആറ്റത്തിന് സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ ഈ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് കിട്ടണം അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് വരയ്ക്കുക? അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇലക്ട്രോൺ ഷെയറിങ് വരുന്നത്. എങ്ങനെയാണ്? ഇവിടെ നിന്നുള്ള ഈ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇത് ഈ ക്ലോറിൻ ആറ്റം സ്റ്റേബിളായി. ഇവിടെ നിന്നുള്ള ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇതും സ്റ്റേബിളായി. Third question, represent the covalent bond in chlorine molecule using symbols. ഇത് പേജ് നമ്പർ 52-ലുണ്ട്. റെപ്രസെന്റ് ചെയ്യുന്നത് the covalent bond formed by sharing of one pair of electrons is a single bond അല്ലേ? ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ സിംഗിൾ ബോണ്ട് എന്നാണ് പറയുക. അതിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ഒരു സ്മോൾ ലൈൻ ബിറ്റ്വീൻ ദ സിമ്പിൾസ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഷെയറിംഗ് ഓഫ് 2 പെയർ ഓഫ് ഇലക്ട്രോൺസ്, 2 പേർ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഡബിൾ ബോണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ വരും? സിമ്പിൾസിന്റെ ഇടയിൽ 2 ലൈൻ വരും. എന്ന് പറഞ്ഞാൽ എന്താണ്? കോവലന്റ് ബോണ്ട് ഫോംഡ് ബൈ ഷെയറിംഗ് ഓഫ് 3 പെയർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ? 3 പെയർ ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ട്രിപ്പിൾ ബോണ്ട് എന്നാണ് പറയുന്നത്. റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാ? സിമ്പിൾസിന്റെ ഇൻ ബിറ്റ്വീൻ എന്ത് വരും? 3 ലൈൻ വരും. ഇവിടെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അതായത് ക്ലോറിൻ ആറ്റംസ് അല്ലേ? ക്ലോറിൻ ആറ്റംസിന്റെ സിമ്പിൾ എങ്ങനെ വരിക? ഇവിടെ ഒരു പെയർ ആണ് ഇവിടെ ഷെയർ ചെയ്യണുള്ളൂ അല്ലേ? അപ്പോൾ ഒരു ലൈനേ വരുള്ളൂ. Represent the formation of ionic compound in the following ionic compounds using electron dot diagram and orbit model. എന്താണ് താഴെ തന്നിരിക്കുന്ന അയോണിക് കോമ്പൗണ്ടിനെ എന്ത് ചെയ്യണം? ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഓർബിറ്റ് മോഡലും യൂസ് ചെയ്തിട്ട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. An ionic bond is the bond formed by the complete transfer of valence electron to attain stability. എന്താണ് അയോണിക് ബോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്, സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവണം? 8 ഇലക്ട്രോൺസ് ഉണ്ടാവണം അല്ലേ ഷെല്ലിൽ? അപ്പോൾ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് വാലൻസ് ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യുക. വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബോണ്ടിനെയാണ് എന്തെന്ന് പറയുന്നത്? അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്. നമുക്ക് എന്താണ്? സോഡിയം ഫ്ലൂറൈഡ് ആണ് അല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ സോഡിയത്തിന്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എത്രയാണ്? 11 ആണ് അല്ലേ? ഇനി ഇതിനെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എങ്ങനെ കണ്ടുപിടിക്കുക? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതിക്കാം. 2, 8, 1 എന്നാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഇതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഉണ്ട്? 1 ഇലക്ട്രോൺ ആണ് ഉള്ളത് അല്ലേ? ഇനി അതേപോലെ ഫ്ലൂറിന്റെ നോക്കുകയാണെങ്കിലോ ഇവിടെ ഫ്ലൂറിൻ എത്രയാണ്? 9 ആണ് അല്ലേ ഉള്ളത്. ഇതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്രയുണ്ടാവും? 2, 7 ആണ് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഇവിടുത്തെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്രയാണുള്ളത്? 7 ഇലക്ട്രോൺസ് ആണ് ഉള്ളത് അല്ലേ? ഇനി ഇതിന്റെ ഡയഗ്രാം വരയ്ക്കാൻ നമുക്ക് മുമ്പ് പഠിച്ചു അല്ലേ? Na ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ 1 പ്ലസ് അല്ലേ? ഇനി ഫ്ലോറിന്റെ എന്താണ്? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ എങ്ങനെ വരയ്ക്കും? 7 ഇലക്ട്രോൺ വന്നു അല്ലേ? ഇനി ഇതിനെ കമ്പൈൻ ചെയ്യുമ്പോൾ ഇലക്ട്രോൺ എങ്ങനെയാണ് ഷെയർ ചെയ്ത് വരുന്നതെന്ന് നോക്കാം അല്ലേ? എങ്ങനെ വരും? സോഡിയം ദെൻ ഫ്ലൂറിൻ, അങ്ങനെയാണ് സോഡിയം ഫ്ലൂറൈഡ് ഉണ്ടാവുന്നത്. ഇവിടെ നോക്കിയാൽ ഇവിടെ 7 ഇലക്ട്രോണും ഇവിടെ എന്താണ്? 1 ഇലക്ട്രോൺ ആണുള്ളത് അല്ലേ? അപ്പോൾ ഇതിന്റെ എങ്ങനെയാണ് അയോണിക് ബോണ്ട് എന്ന് പറയുമ്പോൾ സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ അതിന്റെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുമ്പോൾ അതിനെയാണ് എന്ന് പറയുന്നത് അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 7 എണ്ണം എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നും 1 ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിന് എന്ത് കിട്ടി? ഇലക്ട്രോൺ സ്റ്റെബിലിറ്റി കിട്ടി അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് ഒരെണ്ണം ഇങ്ങോട്ടേക്ക് വിട്ടുകൊടുക്കും. അപ്പോൾ നമ്മൾ ഇലക്ട്രോൺ നമ്മിൽ നിന്നും നഷ്ടപ്പെടുകയാണ് അല്ലെങ്കിൽ നമ്മൾ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ ചാർജ് എന്ന് പറയുന്നത് എന്തായി മാറും? ഇലക്ട്രോൺ പോകുമ്പോൾ ഇതെന്ത് ചാർജായി? പോസിറ്റീവായി അല്ലേ? ഇനി ഇലക്ട്രോൺ കിട്ടുന്നത് ആർക്കാണ്? ഇതിന് അല്ലേ? ഫ്ലോറിനാണ് നമുക്ക് ഇലക്ട്രോൺ കിട്ടുന്നത്. അപ്പോൾ ഇതിന് ഓൾറെഡി ഉണ്ടായിരുന്നത് എത്രയായിരുന്നു? 6 എണ്ണമാണ് ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് ഒരെണ്ണം കൂടി കൂട്ടിയപ്പോൾ ഇവിടെ എത്രയായി? 8 ഇലക്ട്രോൺ ആയി.
ആയി അല്ലെ. അപ്പോൾ ഈ ഇതിന്റെ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ സ്വീകരിക്കുമ്പോൾ അതിന്റെ ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും അല്ലെ. ഇത് പേജ് നമ്പർ 50 കേട്ടോ. പേജ് നമ്പർ 50 ഇതിന്റെ എങ്ങനെയാണ് ചാർജിനെ ഓരോന്നിനും ഓരോ പേര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. എന്താണ്? പോസിറ്റീവ് അയോൺസ് ഫോംഡ് ബൈ ലോസിങ് ഇലക്ട്രോൺസ് അല്ലെ. എന്താണ്? അതായത് ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തിയിട്ട് നമുക്ക് പോസിറ്റീവ് ചാർജ് കിട്ടുമ്പോൾ ഇതിനെ, അതായത് ഈ സോഡിയത്തിന് അല്ലെ, നമ്മൾ എന്തെന്ന് പറയാ, കാഷൻസ് എന്നും പറയും. അതേപോലെ ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആള് അല്ലെ, ഇത് ആരാണ്? ഫ്ലോറിൻ ഇലക്ട്രോൺ സ്വീകരിക്കുകയാണ് അല്ലെ. അപ്പോൾ സ്വീകരിക്കുമ്പോൾ എന്താ, അതിന് എന്ത് ചാർജ് വന്നു? നെഗറ്റീവ് ചാർജ് ആണ് വരുന്നത് അല്ലെ. അതിനെ നമ്മൾ എന്തെന്ന് പറയും? അയോൺസ് എന്നാണ് പറയുന്നത്. ഓർബിറ്റ് മോഡൽ എങ്ങനെയാണ് വരയ്ക്കാൻ നോക്കാം അല്ലെ. എങ്ങനെയാണ്? സോഡിയത്തിന്റെ ഓർബിറ്റ് മോഡൽ വരയ്ക്കുമ്പോൾ 2, 8, 1. ആദ്യത്തേൽ എത്ര ഇലക്ട്രോൺ വരയ്ക്കണം? 2 എണ്ണം. നെക്സ്റ്റ് ഷെല്ലിൽ എത്ര എണ്ണം? 8 എണ്ണം അല്ലേ. ഇനി ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരെണ്ണം. ഓക്കെ. ഇനി അതുപോലെ ഫ്ലൂറിന്റെ വരയ്ക്കുമ്പോൾ 2ഉം 7ഉം അല്ലേ. ആദ്യത്തെ ഷെല്ലിൽ 2 എണ്ണം, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 എണ്ണം. ഓക്കെ. അപ്പൊ സോഡിയവും ഫ്ലൂറിനും. ഇനി ഇത് കമ്പയർ ചെയ്ത് വരുമ്പോൾ എന്താണ് പ്രത്യേകത? ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് പോകുന്നു അല്ലെ. അപ്പൊ ഇവിടെ എത്രയായി? 2, 8 എന്നായി അല്ലെ. അപ്പൊ ഇവിടെ 1, 2 8 അല്ലെ. ഇവിടെ നിന്ന് 1 ഇങ്ങോട്ടേക്ക് പോകുന്നു. അപ്പൊ ഇവിടെ എത്രയായി? 2, 8 എന്നായി. ഇനി ഇവിടെ ഓൾറെഡി എത്രയാണ്? 2ഉം 7ഉം ആണ് ഉണ്ടായിരുന്നത് അല്ലെ. അപ്പൊ ഷെല്ലിൽ 7 ആയിരുന്നു. ഇവിടെ നിന്ന് ഈ ഒരെണ്ണം ഇങ്ങോട്ടേക്ക് സ്വീകരിച്ചു. അപ്പൊ ഇവിടെയും എത്ര തന്നെയായി? ഫ്ലോറിന്റെ ഇവിടെയും എത്ര തന്നെയായി? 2, 8 എന്ന് തന്നെയായി. 2, 8 അല്ലെ. ഇനി ഇതിനെങ്ങനെയാണ്? ഒന്നിന് ഇവിടെ നിന്ന് ഇലക്ട്രോൺ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ് അല്ലെ. അപ്പൊ ഇതിന് എന്ത് ചാർജ് ആണ് വരുന്നത്? പോസിറ്റീവ് ചാർജ് അല്ലെ. ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ ഇതിന് എന്ത് ചാർജ് വന്നു? പോസിറ്റീവ് ചാർജ് വന്നു. ഇനി ഇവിടെ ഇലക്ട്രോൺ സ്വീകരിച്ചു അല്ലെ. സ്വീകരിക്കുമ്പോൾ അവിടെ എന്ത് ചാർജ് വന്നു? നെഗറ്റീവ് ചാർജ് വന്നു. ഓക്കെ. സോഡിയം ഓക്സൈഡ് Na2O. സോഡിയത്തിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 11 ആണുള്ളത്. അപ്പൊ അതിന്റെ കോൺഫിഗറേഷൻ 2, 8, 1 എന്ന് വന്നു. ഓക്സിജന്റെ 2, 6 ആണ്. അപ്പൊ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ സോഡിയത്തിന്റെ 1 ആണുള്ളത് അല്ലെ. അപ്പൊ ഡോട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോൾ സോഡിയത്തിന്റെ 1 അല്ലെ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള 1 ഡോട്ട് വന്നു. പ്ലസ് ഓക്സിജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ ആണ് അല്ലെ. അപ്പൊ ഓക്സിജന്റെ 6 ഡോട്ട്സ് ഇട്ടു. പ്ലസ് ഇവിടെ എത്ര സോഡിയം ആറ്റം ഉണ്ട്? 2 എണ്ണാണുള്ളത് അല്ലെ. അപ്പൊ വീണ്ടും സോഡിയം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരെണ്ണം. ഇനി ഇതിന്റെ ഇലക്ട്രോണിക് ഷെയറിംഗ് എങ്ങനെയാണ് വരുന്നത് നോക്കാം അല്ലെ. ഇതിന് സോഡിയത്തിന് സ്റ്റേബിൾ ആവണമെങ്കിൽ ഈ ഒരു ഇലക്ട്രോണിനെ നമ്മൾ കൊടുക്കണം, എന്നാലേ ഇവിടെ സ്റ്റേബിൾ ആവുള്ളൂ അല്ലെ. 2, 8 ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വന്നാലാണ് ഇത് സ്റ്റേബിൾ ആവാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഈ ഒരു ഇലക്ട്രോൺ പോയി ഇത് സ്റ്റേബിൾ ആയി. ഇനി ഇവിടെയോ? ഇവിടെ 2, 6 ആണ് അല്ലെ. അപ്പൊ ഈ 6ലേക്ക് ഒരു 2 ഇലക്ട്രോൺ കിട്ടിയാലാണ് ഓക്സിജന് എന്താവാൻ പറ്റുക? സ്റ്റേബിൾ ആവാൻ പറ്റുള്ളൂ അല്ലെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ സോഡിയത്തിൽ നിന്ന് ഈ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് കൊടുക്കാം, ഈ സോഡിയത്തിൽ നിന്നും ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് കൊടുക്കാം. അപ്പോൾ ഇത് മൂന്നും സ്റ്റേബിൾ ആവും അല്ലെ. അപ്പൊ എങ്ങനെ വന്നു? സോഡിയം, ഓക്സിജൻ, സോഡിയം കിട്ടും അല്ലെ. ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു അല്ലെ. അപ്പൊ ഇതെന്തായി? പോസിറ്റീവ് അയോൺ ആയി അല്ലെ. ഇനി ഇവിടെയും ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് കൊടുത്തു. അപ്പൊ ഇതും പോസിറ്റീവ് അയോൺ ആയി. ഇനി ഇവിടെയോ? ഇത് 2 ഇലക്ട്രോണിനെ അല്ലെ, 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് 2 മൈനസ് നെഗറ്റീവ് അയോൺ ആയിട്ട് മാറി. ഓക്കെ. ഇനി ഇതിന്റെ ഓർബിറ്റ് മോഡൽ എങ്ങനെ വരയ്ക്കാം അല്ലെ. എങ്ങനെയാണ്? ആദ്യം സോഡിയം ഉണ്ട്. സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 1 ആണ് അല്ലെ. അപ്പൊ സോഡിയത്തിന്റെ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, നെക്സ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ, പിന്നത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ വന്നു. ഓക്സിജന്റെയോ 2, 6 എന്നാണ് അല്ലെ. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, പിന്നത്തെ ഷെല്ലിൽ 6 ഇലക്ട്രോൺ വന്നു. ഇനി നെക്സ്റ്റോ വീണ്ടും 2, 8, 1 തന്നെയാണ് അല്ലെ സോഡിയത്തിന്റെ. അപ്പൊ ആദ്യത്തെ ഷെല്ലിൽ 2, പിന്നെ 8, പിന്നെ 1 വന്നു. ഇനി ഇതിന്റെ എങ്ങനെയാണ് ഷെയറിങ് വരുന്നത്? ഇപ്പൊ ചെയ്ത പോലെ തന്നെയാണ് അല്ലെ. ഇതിൽ നിന്ന് ഒരെണ്ണം ഇങ്ങോട്ടേക്ക് പോയി, ഇതിൽ നിന്ന് ഒരെണ്ണം
ഷെല്ലിൽ 2 എണ്ണം, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 എണ്ണം, എല്ലാത്തിനും അങ്ങനെ വരും അല്ലേ. ഇനി ഇതിന്റെ അയണിക് എനർജി ചാർജ് വരുന്നത് ഇതെന്താണ്, പോസിറ്റീവ് അയോൺ. ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി ചെയ്തത് പോസിറ്റീവ് അയോൺ ആയിട്ട് മാറി. അതുപോലെ ഇവിടെയും സോഡിയം എന്തായി മാറി, പോസിറ്റീവ് അയോൺ ആയിട്ട് മാറി അല്ലേ, ലോസിംഗ് ഓഫ് ഇലക്ട്രോൺ ആയതുകൊണ്ട്. ഇവിടെ സ്വീകരിച്ചതുകൊണ്ട് ഇത് എന്തായി, നെഗറ്റീവ് അയോൺ ആയിട്ട് മാറി. ഇവിടെ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചു. മാഗ്നീഷ്യം ഫ്ലോറൈഡ് MgF2 അല്ലേ, MgF2ന്റെ ഫ്ലോറിന്റെ 2 ആറ്റംസ് ഉണ്ട്. മാഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺസ് എത്രയാണ്, 12 ആണ് അല്ലേ. അപ്പോൾ 2 അപ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ് വരുന്നത്. ഫ്ലോറിന്റെ ആണെങ്കിൽ 9 ആണ് നമ്മുടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണ് ഉള്ളത് അല്ലേ. ഇനി ഡോട്ട് ഡയഗ്രാം എങ്ങനെയാണ് വരുന്നത്, ഫ്ലോറിൻ 2 ആറ്റംസ് ഉണ്ട് അല്ലേ ഫ്ലോറിന്റെ. അപ്പോൾ ഇവിടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഡോട്ട് വരും. 7 ഇലക്ട്രോൺ ആയതുകൊണ്ട് 7 ഡോട്ട് വരും. മാഗ്നീഷ്യത്തിന്റെ എന്താണ്, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആയതുകൊണ്ട് 2 ഡോട്ട് വന്നു. ഇവിടെ ഫ്ലോറിന്റെ 7 ഇലക്ട്രോൺസ് ആണുള്ളത്, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഡോട്ട് വന്നു അല്ലേ. ഇനി എങ്ങനെയാണ് ഇതിന്റെ ഇലക്ട്രോണിക് ഷെയറിംഗ് എങ്ങനെയാണ് വരുന്നത്, മാഗ്നീഷ്യത്തിന് ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട് അല്ലേ. ഈ 2 ഇലക്ട്രോണിനെ വിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാഗ്നീഷ്യം എന്തായി, സ്റ്റേബിളായി അല്ലേ. അതേപോലെ ഫ്ലോറിന് ഇവിടെ 7 ആണ്. അപ്പോൾ ഒരു ആറ്റം ഇവിടേക്ക് 1 ഇലക്ട്രോൺ കിട്ടുകയാണെങ്കിൽ എന്താണ്, ഫ്ലോറിൻ സ്റ്റേബിൾ ആവും അല്ലേ. അപ്പോൾ മാഗ്നീഷ്യത്തിന്റെ 2 ഇലക്ട്രോണിൽ ഒരെണ്ണം ഫ്ലോറിനായിട്ടും ഒരെണ്ണം ഈ ഫ്ലോറിനായിട്ടും വിട്ടു കൊടുക്കാം. അപ്പോൾ എന്തായാലും 3 സ്റ്റേബിൾ ആവും അല്ലേ. അപ്പോൾ ഇവിടെ ഫ്ലോറിൻ ഒരെണ്ണത്തിന് 1 ഇലക്ട്രോണ് സ്വീകരിക്കുമ്പോൾ എന്തായി, ഇത് സ്റ്റേബിൾ ആയി അല്ലേ. അപ്പോൾ ഇവിടെ 8 വന്നു. ഇതെന്താണ്, സ്വീകരിക്കുകയാണ് അല്ലേ. അപ്പോൾ അത് നെഗറ്റീവ് അയോൺ ആയിട്ട് മാറി. മാഗ്നീഷ്യം 2 ഇലക്ട്രോണ് വിട്ടു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ 2+ അല്ലേ, പോസിറ്റീവ് അയോൺ ആയി മാറി. ഇനി ഫ്ലോറിൻ വീണ്ടും ഇവിടെ 1 ഇലക്ട്രോൺ സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് നെഗറ്റീവ് അയോൺ ആയി മാറി. ഇനി ഇതിന്റെ ഓർബിറ്റ് മോഡൽ വരുമ്പോൾ എങ്ങനെയാണ്, അതായത് ഫ്ലോറിന്റെ എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത്, 2-7 ആണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, പിന്നത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോൺ വെച്ചു. ഇനി ഇവിടെയോ, ഇവിടെ ആദ്യത്തേല് 2, നെക്സ്റ്റില് 8, പിന്നത്തേല് 2 ഇലക്ട്രോൺ. ഇനി ഇവിടെ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, നെക്സ്റ്റ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ. ഇനി ഇതിനെങ്ങനെയാണ് ഇലക്ട്രോണിക് ഷെയറിംഗ് വരുമ്പോൾ, മാഗ്നീഷ്യത്തിൽ നിന്നും ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള 2 എണ്ണം ഓരോ ഫ്ലോറിൻ ആറ്റത്തിന് കൊടുത്തു അല്ലേ. അപ്പോൾ ഇവിടെ 2 8 ഇതും 2 8 അല്ലേ. അപ്പോൾ ഓരോ ഷെല്ലിലും എത്ര വരും, 2 8 വന്നു അല്ലേ. ഇനി സ്വീകരിക്കുന്ന കാരണം ഇത് നെഗറ്റീവ് അയോണായിട്ട് മാറി. ഇവിടെ 2 എണ്ണം വിട്ടു കൊടുക്കുന്നത് 2+ വന്നു. ഇവിടെ ഒരെണ്ണം വിട്ടു സ്വീകരിക്കുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ അത് നെഗറ്റീവ് അയോണായിട്ട് മാറി. നെക്സ്റ്റ് കാൽസ്യം ഓക്സൈഡ് അല്ലേ, CaO. കാൽസ്യം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്, 20 ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ വരും 2 8 8 2 അല്ലേ. ഇതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണുള്ളത്. ഓക്സിജന്റെ എത്രയാണ്, 8 ആണ്. അപ്പോൾ 2 6 ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ ആണുള്ളത് അല്ലേ. അപ്പോൾ ഇതിന്റെ ഷെയറിംഗ് എങ്ങനെ വരിക, ഇവിടെ നിന്ന് ഈ 2 എണ്ണം ഇവിടേക്ക് കൊടുക്കുമ്പോൾ ഇത് സ്റ്റേബിൾ ആയി അല്ലേ, 2 8 8 സ്റ്റേബിൾ ആയി. ഇനി ഇവിടെ ഓക്സിജനിലോ 6ന്റെ കൂടെ ഈ 2 എണ്ണം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയും 2 8 ആവും. അപ്പോൾ അതും സ്റ്റേബിൾ ആവും അല്ലേ. അപ്പോൾ എങ്ങനെ വരുന്നു, അതായത് ഔട്ടർമോസ്റ്റ് ഡോട്ട് ഡയഗ്രം വരയ്ക്കുമ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിലത്തെ കാൽസ്യം എന്താണ് സിമ്പിൾ അല്ലേ, Ca വന്നു. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ആണ്. അപ്പോൾ 2 ഡോട്ട് ഇട്ടു. പ്ലസ് ഓക്സിജൻ എത്രയാണ്, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 6 ആണ് അല്ലേ. അപ്പോൾ 6 ഡോട്ട് ഇട്ടു. ഇനി എങ്ങനെയാണ് വരുന്നത് ഷെയറിങ്, Ca കാൽസ്യം എത്രയാണ്, 2 എണ്ണം വിട്ടു കൊടുക്കണം അല്ലേ. ലോസിംഗ് ഓഫ് ഇലക്ട്രോൺ അല്ലേ, ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി. അപ്പോൾ എന്തായി, പോസിറ്റീവ് അയോൺ അല്ലേ. എത്ര എണ്ണാണ്, 2 ഇലക്ട്രോൺ ആണ് വിട്ടു കൊടുക്കുന്നത്. അപ്പോൾ 2+ വന്നു അല്ലേ. ഇനി ഓക്സിജൻ ഇവിടെ കിട്ടുമ്പോൾ എത്ര എണ്ണായി, അതായത് ഇവിടെ 6 എണ്ണമാണ് ഉണ്ടായിരുന്നത്, 2 എണ്ണം കൂടി കിട്ടി. അപ്പോൾ ഇവിടെ എത്ര ഡോട്ട് വന്നു, 8 ഡോട്ട് വന്നു അല്ലേ. ഇനി എത്ര എണ്ണാണ് സ്വീകരിച്ചത്, 2 ഇലക്ട്രോൺ ആണ് സ്വീകരിച്ചത്. 2- വന്നു. ഇനി ഇതിന്റെ ഓർബിറ്റ് മോഡൽ വരുമ്പോൾ എങ്ങനെയാണ്, അതായത് കാൽസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്, 2 8 8 2 അല്ലേ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഷെല്ലിൽ 2, രണ്ടാമത്തെ ഷെല്ലിൽ 8, നെക്സ്റ്റ് ഷെല്ലിൽ 8, ലാസ്റ്റത്തെ പുറത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ വന്നു അല്ലേ. ഇനി ഓക്സിജന് വരുമ്പോൾ എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, 2 6, ആദ്യത്തെ ഷെല്ലിൽ 2, നെക്സ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ വന്നു. ഇനി ഇതിന്റെ ഷെയറിംഗ് എങ്ങനെയാണ് വരുന്നത്, ഇവിടത്തെ ഈ 2 എണ്ണം ഇങ്ങോട്ടേക്ക് വിട്ടുകൊടുത്തു. അപ്പോൾ ഇവിടെ എത്രയായി, 2 8 8 എന്നായി അല്ലേ. ഇനി ഇവിടെ 2 6 എന്നുള്ളത് ഇങ്ങോട്ടേക്ക് ഇവിടെ നിന്ന് സ്വീകരിച്ചു. അപ്പോൾ ഇവിടെയും എത്രയായി, 2 8 ആയി സ്റ്റേബിൾ ആയി അല്ലേ. അപ്പോൾ ഇവിടെ ആദ്യത്തേല് 2 വന്നു, പിന്നത്തേല് 8 വന്നു, പിന്നത്തേല് 8 വന്നു. ഇനി ഇവിടെ എന്താ ചെയ്തത്, വിട്ടുകൊടുത്തു അല്ലേ, ലോസിംഗ് ഓഫ് ഇലക്ട്രോൺ
ആയതുകൊണ്ട് 2 പ്ലസ് എന്ന് വന്നു. ഇവിടെ റിസീവ് ചെയ്തത് കൊണ്ട്